പത്താം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഡിമോറയിൽ സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് 2025 സീസൺ 3 എന്ന പരിപാടിയുടെ ഭാഗമായാണ് ബേസിൽ എൽദോയെ സക്സസ് കേരള എമർജിംഗ് യങ് ഓണ്ടർപ്രണർ അവാർഡ് നൽകി ആദരിച്ചത്. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജെ ചിഞ്ചിനാടി ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. വി കെ പ്രശാന്ത് എംഎൽഎ എക്സലൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചിഞ്ചുറാണിയും ചേർന്ന് നിർവഹിച്ചു. മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള, വട്ടിയൂർക്കാവ് എംഎൽഎ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം.ആർ. തമ്പാൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിന്നാർ, കൗൺസിലർ ബാലൻ രാജൻ, ജസീന്ത മോറിസ്, സിനി ആർട്ടിസ്റ്റ് മായ സുഗു, രഞ്ജിത്ത് കൊല്ലങ്കോണം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹായ്, ഹലോ, എൻ്റെ പേര് ബേസിൽ എൽദോ. ഞാൻ കാക്കനാട് നിന്നാണ് വരുന്നത്, എറണാകുളം. നമ്മുടെ കമ്പനിയുടെ പേര് ഹണിക്കോം വെഡ്ഡിംഗ് കമ്പനി എന്നാണ്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇവൻറ്റ് മാനേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിപ്പോൾ നോർമലി വരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കൊണ്ട് കാണിക്കും, ഇതൊക്കെയാണോ ആ ഒരു തീമിലല്ല നമ്മൾ പോണേ. നമുക്ക് എന്തെങ്കിലും മൈൻഡിലൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് അത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് നമുക്ക് കാക്കനാട് ഉണ്ട്, ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ്. പിന്നെ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരുന്നപ്പോഴല്ലേ നമുക്ക് ചില ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ പരമായിട്ട് കുറച്ച് ക്രേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇലക്ട്രോണിക്സ് പരമായി കുറച്ച് ക്രേസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിബിഷൻ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് നമ്മൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി കുറച്ച് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു ചെയ്തത്. BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ 2015 നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇത് BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു കോഴ്സ്. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും പുറത്തേക്ക് പോകണം. അപ്പോൾ ആ ഒരു ട്രെൻഡായിരുന്നല്ലോ നേരം. പഠിത്തം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് സെല്ലാവുമെന്നുള്ള പ്ലാനിൽ ഇപ്പം ഞങ്ങളൊരു 5-6 ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ പോവാണ്, നീ പോരെ. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഞാനായിക്കോട്ടെ, എല്ലാവരും എന്തായാലും പോവാണ്, നമ്മളിവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ്സിനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നിൽക്കണ്ടല്ലോ. ഞാൻ 2015 നിലവിൽ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അന്നേരം വർക്ക് കാര്യങ്ങളൊന്നും അത്ര ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മന്ത്ലി ഒരു വർക്ക്, അങ്ങനെയൊക്കെ ചെറിയൊരു ബാപ്റ്റിസം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പരിപാടി, അങ്ങനെ ചെറിയ ഇവന്റ് മാത്രമായിരുന്നു ആ ടൈമിലുണ്ടായത്. അപ്പം ഇങ്ങനെ ഇവർ പറഞ്ഞ് നമ്മളിങ്ങനെ പോകാനുള്ള സെറ്റപ്പിലേക്ക് ആയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും ഇതൊന്ന് ഗ്രോത്ത് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ എന്നൊരു മൈൻഡിലൊരു തോന്നൽ തോന്നി. പിന്നെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാന്നൊരു പ്ലാൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും എനിക്ക് 17-18 വയസ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം 2015. അന്നേരം നമുക്ക് കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ കുറവാണ്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടൊക്കെ എടുക്കണല്ലോ. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാരായിട്ട് അധികം കണക്ഷനും ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പോയി ജസ്റ്റ് പിന്നെ കൊറോണ ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ അറിയണ എല്ലാ ബിസിനസ്സും ഓൾമോസ്റ്റ് നല്ല ഗ്രോത്തിൽ നിന്ന ബിസിനസ് തകരാൻ കാരണം ഈ കൊറോണ എന്നുള്ളത് കൂടുതൽ വന്നേക്കണം. എന്നെ അപേക്ഷിച്ച് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. എന്നെ അപേക്ഷിച്ച് തിരിച്ചെന്ന് പറയാനായിട്ട് എൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ ടൈമിലാണ്. ഇവൻ്റെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു നിശബ്ദതയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അന്നേരം ഒത്തിരി വലിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടീമുകൾക്ക് ഈ ചെറിയ പരിപാടികൾ ചെയ്യാൻ പറ്റാണ്ടായി. അപ്പം അവർ ഓൾമോസ്റ്റ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. അവരുടെ ഓഫീസും ബാക്കി ഗോഡൗൺ എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മാനേജർ പയ്യനും കൂടി നമുക്ക് ചെറിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ചെറിയ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ എടുത്ത് ആ ടൈം അങ്ങോട്ട് വന്ന് പിന്നെ ഞങ്ങളുടെ ആ കൊറോണ സമയത്താണ് ഞാൻ എൻ്റെ ചെറിയ വണ്ടി മാറ്റി വലിയ വണ്ടിയിലേക്ക് മാറിയത്. എന്നുവെച്ചാൽ കുറച്ച് തിരക്ക് കൂടി വന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയ കണക്ഷനിൽ ഞങ്ങളുടെ ആ ഒരു ചെറിയ വർക്കുകൾ ഞങ്ങൾ ഒത്തിരി ചെയ്തു ആ ടൈമിൽ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ജസ്റ്റ് ഒരു ടൈം കഴിയുമ്പോഴാണല്ലോ ഒരു ഗ്രോത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു ടൈം വരുന്നതെന്ന് പറയാം. അത്യാവശ്യം ആ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും അത്യാവശ്യം നല്ല വലിയ ഇവൻറ്റുകളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ CL കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന നമ്മുടെ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി സാറിൻ്റെ മോളുടെ വെഡിങ് നമ്മളായിരുന്നു ചെയ്തായിരുന്നു.
നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ അവിടെ. അപ്പം അങ്ങനെ അങ്ങനെ പോകുന്നു. ഇപ്പം നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സ്, അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അന്ന് അവിടെ നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു, ഇപ്പം അവിടെ ലോൺ എടുത്തിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് വരാൻ. ഞാനിപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് അവരെ കാണാൻ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു ഹണിക്കോം വെഡിങ് കമ്പനി എന്നാണ്, കാക്കനാടാണ് സ്ഥലം. ബേസിൽ എന്തായാലും വലിയ സന്തോഷം. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സിൽ വരിക എന്നുള്ള മുതൽ അദ്ദേഹം സക്സസ് ആയി എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കോവിഡ് ആണ് നിങ്ങളെ സഹായിച്ചതെന്ന് പറയുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷെ ആ സഹായം മാത്രമാണോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ആക്ടിവിറ്റികൾ കൊണ്ടാണോ? പൊതുവെ ഈവന്റ് മാനേജ്മെന്റിന് കുറെ ഉണ്ട്. മിക്കവാറും എല്ലാ കമ്പനികളും നോക്കുന്നത് മാരേജ് അല്ലെങ്കിൽ വെഡിങ് ആയിരിക്കും. താങ്കൾ അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ ഉയർന്നത്? നമ്മൾ നോർമലി ഡെസ്റ്റിനേഷൻ വെഡിങ്, നമുക്ക് അവിടെ ഒത്തിരി നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് നമ്മൾ മെയിൻലി ചെയ്യണത് വെഡിങ് തന്നെയാണ്. വെഡിങ്, ഡെസ്റ്റിനേഷൻ വെഡിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ യുണീക്നെസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ പിക്ചേഴ്സ് കൊണ്ടുപോയിട്ട് ക്ലയൻറ്റിനെ കാണിക്കും, ഇതൊക്കെയാണ്. അപ്പം അപ്പം നമ്മുടെ മൈൻഡിലുള്ളത് അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പം സാറിൻ്റെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഡ്രോയിങ് കൊടുത്തിട്ട്, ഞാൻ ഓൾറെഡി ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞേക്കണം, കാരണം ആ ഒരു ജസ്റ്റ് 3D വ്യൂ നമുക്ക് ജസ്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുക. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമുക്കത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട് പ്രൊഡക്ഷനായിട്ട്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കത് വർക്കൗട്ട്, അങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മളുടെ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.